മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി എം.പി. സഞ്ജയ് സിംഗിന് ജാമ്യം. അറസ്റ്റിലായി 5 മാസങ്ങൾക്ക് ശേഷമാണ് സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിക്കുന്നത്. സഞ്ജയ് സിംഗിനെതിരെ ഇഡിക്ക് തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് കോടതി വിമർശിച്ചു. വിവാദമായ മദ്യനയ കേസിൽ കഴിഞ്ഞ ഒക്ടോബർ 4-നായിരുന്നു സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മുൻ ജാമ്യാപേക്ഷകൾ ഡൽഹി ഹൈക്കോടതി അടക്കം തള്ളിയിരുന്നു. എന്നാൽ സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷയെ ഇക്കുറി ഇഡി എതിർത്തില്ല. തുടർന്ന് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇഡിയെ വിമർശിച്ച സുപ്രീം കോടതി സഞ്ജയ് സിംഗിനെതിരെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു. പണം കണ്ടെത്താനും ഇഡിക്ക് സാധിച്ചിട്ടില്ല. മാപ്പുസാക്ഷിയായ ദിനേശ് അറോറയുടെ മൊഴിയിലും സഞ്ജയ് സിംഗിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കാലയളവിൽ സഞ്ജയ് സിംഗിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി. സത്യം വിജയിക്കുമെന്നതിന്റെ തെളിവാണ് സഞ്ജയ് സിംഗിന്റെ ജാമ്യമെന്ന് മന്ത്രിയും എ.എ.പി. നേതാവുമായ അതിഷി മർലേന പ്രതികരിച്ചു. 1 മാസത്തിനകം ഇഡി തന്നെയും അറസ്റ്റ് ചെയ്യുമെന്നും അതിഷി മർലേന പറഞ്ഞു. ബി.ജെ.പിയിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ചില നേതാക്കൾ സമീപിച്ചെന്നും അതിഷി ആരോപിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തുടരുകയാണ്. അറസ്റ്റിനെതിരെ കേജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ബുധനാഴ്ച വാദം തുടരും. ന്യൂസ് ഡെസ്ക്, അമൃത ടി.വി.